കടുത്ത സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തുടക്കം മുതൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. പദ്ധതി നടത്തിപ്പിൽ ഒരു കുറവും വരുത്തില്ല, പക്ഷേ ചിലവുകളുടെ കാര്യത്തിൽ കർശന നടപടികൾ ഉണ്ടാകുമെന്ന്. അതെല്ലാം കണക്ക് കൂട്ടി തന്നെയാണ് കഴിഞ്ഞ ദിവസം സർക്കുലർ പുറത്തിറങ്ങിയത്. അതായത് വകുപ്പുകൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനധികൃതമായുള്ള സാമ്പത്തിക നടപടിക്രമങ്ങൾ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു കാരണവശാലും വലിയ തരത്തിലുള്ള കടമോ അതല്ലെങ്കിൽ ബാധ്യതകളോ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളോ ഉണ്ടാക്കി വെക്കരുത് എന്നുള്ള കടുത്ത നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഓരോ വകുപ്പുകളുടെയും ചിലവുകളുടെ കാര്യത്തിൽ അനാവശ്യമായ ചിലവുകൾ പാടില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാമ്പത്തികപരമായ ചിലവ് അതേപടി അടുത്ത വർഷവും തുടരണം. ചിലവ് കൂടാൻ പാടില്ല. വരുമാനം കൂടുന്നതുവരെ ഇത് തുടരണം എന്നുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി തന്നെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാരണവശാലും സർക്കാർ അറിയാതെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ധനവകുപ്പോ അറിയാതെയുള്ള ചില നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ചും നിയമനങ്ങൾ, താൽക്കാലിക നിയമനങ്ങൾ, ഒപ്പം തന്നെ സർക്കാരിന് വലിയ തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത വരുത്തുന്ന തരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ, ഇവയ്ക്കൊക്കെ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്കൊക്കെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുണ്ടുമുറുക്കി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം. റവന്യൂ വരുമാനം കൂടിയെങ്കിൽ തന്നെയും ബഡ്ജറ്റ് മോണിറ്ററിംഗ് സിസ്റ്റം, അതായത് അടുത്ത സാമ്പത്തിക വർഷം 2027-2028 സംസ്ഥാന സർക്കാർ കടക്കുമ്പോഴേക്കും ആ സമയത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കർശനമായ സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് ഇപ്പോൾ തീരുമാനം. ഈ മന്ത്രിസഭ അധികാരമേറ്റപ്പോൾ മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്: ഖജനാവിൽ പൈസയില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് ധവളപത്രം പുറത്തിറക്കിയതും ഓരോ വകുപ്പുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചിലവായ തുകയും ഓരോ വകുപ്പുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചുമൊക്കെ വ്യക്തമായൊരു ധാരണ പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ തന്നെ തയ്യാറായത്. നിലവിലെ സാഹചര്യത്തിൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കണം എന്ന കർശനമായ നിർദ്ദേശമാണ് വിവിധ വകുപ്പുകൾക്ക് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഉദ്യോഗസ്ഥന്മാരുടെ ടൂറുകൾ, പുതിയ വാഹനങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ, ഓഫീസുകൾ മോടി പിടിപ്പിക്കുന്ന കാര്യത്തിൽ, സർക്കാരിൻ്റേതല്ലാതായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനാവശ്യമായി പൈസ ചിലവിടുന്ന കാര്യത്തിൽ, ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്താൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. അതേസമയം സേവനപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ താല്പര്യത്തിലുള്ള കാര്യങ്ങൾക്ക് യാതൊരു കാരണവശാലും മുടക്കം വരരുത് എന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത്, സർക്കാരിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മൊത്തത്തിലുള്ള കണക്കെടുക്കണം. അവരുടെ ശമ്പളം എത്ര രൂപയാണെന്ന് വ്യക്തമാക്കണം. ഇനി ജീവനക്കാരുടെ എണ്ണം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടരുത്, അല്ലെങ്കിൽ പിരിച്ചുവിടാൻ പാടില്ല. പകരം ഒഴിവ് വരുന്ന വകുപ്പുകളിലേക്ക് അവരെ മാറ്റണം എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ചിലപ്പോൾ ചില തരത്തിലൊക്കെയുള്ള നിയമനപരമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ടാകും, അല്ലെങ്കിൽ നിയമനം മന്ദഗതിയിലാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ സർക്കാർ ഒരു കാര്യം കൃത്യമായി പറയുന്നു: കടുത്ത സാമ്പത്തിക അച്ചടക്കത്തിലൂടെ തന്നെ സർക്കാർ മുന്നോട്ട് പോകുമെന്ന്. ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്: താൽക്കാലിക ജീവനക്കാരുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അതത് വകുപ്പുകളാണ്. താൽക്കാലിക ജീവനക്കാരുടെ എണ്ണം കൂടുതലാണെങ്കിൽ അവരെ ഒഴിവാക്കാം. ഒപ്പം തന്നെ കൂടുതൽ ആളുകളെ എടുക്കാനുള്ള അനുമതിയും നൽകിയിട്ടുമില്ല. അങ്ങനെ കൃത്യമായി ഒരു സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. റവന്യൂ വരുമാനം കൂടിയെങ്കിൽ തന്നെയും പക്ഷേ സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വലിയ തരത്തിലുള്ള വികസന പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ധനം ആവശ്യമായി വരും. ഇതുകൊണ്ട് തന്നെയാണ് ഈ സാമ്പത്തിക അച്ചടക്കം എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി സർക്കാരിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ കഴിഞ്ഞ 2 മാസത്തെ പ്രവർത്തനങ്ങളല്ല വിലയിരുത്താൻ പോകുന്നത്. ഈ സെപ്റ്റംബർ 15 വരെയുള്ള കാര്യങ്ങൾ,
അല്ലെങ്കിൽ സെപ്റ്റംബർ 15 ശേഷം അടുത്ത ബഡ്ജറ്റിലേക്കുള്ള കണക്കുകൾ നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മറ്റൊരു നിർദ്ദേശം. അതായത് അടുത്ത സാമ്പത്തിക വർഷം ഏതൊക്കെ രീതിയിൽ ഓരോ വകുപ്പുകളും നടപ്പിലാക്കണം, അതിന് എന്തുമാത്രം തുക ചിലവാകും എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തമായ കണക്ക് സെപ്റ്റംബർ പകുതിയാകുമ്പോഴേക്കും ബഡ്ജറ്റ് തയ്യാറാക്കുന്നവർക്ക് നൽകണം, അല്ലെങ്കിൽ ധനവകുപ്പിന് നൽകണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്കോ ഒരിക്കൽ പോലും ഈ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതിലൂടെ വഴിമുടക്കം ഉണ്ടാകില്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ ഒരു സർക്കുലർ കഴിഞ്ഞ 2 ദിവസത്തിനിടയ്ക്ക് എല്ലാ വകുപ്പ് മേധാവികൾക്കും നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിൻ്റെ ഒരു തരത്തിലുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളോ പുറത്തു വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ അത് ചർച്ചയായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ശമ്പള വർധന, പുതിയ ശമ്പള കമ്മീഷൻ ഉൾപ്പെടെയുള്ളവയെ നേരത്തെ തന്നെ LDF സർക്കാർ തീരുമാനിച്ചിരുന്നു, അവരുടെ പ്രവർത്തനം തുടങ്ങിയതുമാണ്. അതിലാണ് ഒരു ആശങ്ക നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ സാമ്പത്തിക അച്ചടക്കം പാലിച്ച് സർക്കാർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇനി വരും ദിവസങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള വർധന ഉണ്ടാകുമോ, DA വർധന ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ ചില സംശയങ്ങൾ ചില ഉദ്യോഗസ്ഥ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട്. പക്ഷേ അത്തരത്തിൽ ഒരു വിധത്തിലുള്ള കടുംപിടുത്തവും ഉണ്ടാകില്ല എന്ന് തന്നെ സർക്കാർ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഈ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ മന്ദഗതിയിലാണ് പോകുന്നത്. അത് വേഗത്തിലാക്കും എന്ന് തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എത്ര കണ്ട് വേഗത്തിലാകും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ജീവനക്കാരുടെ സംഘടനയ്ക്ക് ഒരു ആശങ്കയുള്ളത്. എന്തായാലും കടുത്ത സാമ്പത്തിക നടപടികൾ അല്ലെങ്കിൽ കടുത്ത സാമ്പത്തിക അച്ചടക്കത്തിലൂടെ മുന്നോട്ട് പോകാൻ തന്നെ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിയമനത്തിൻ്റെ കാര്യത്തിലായാലും ചിലവുകളുടെ കാര്യത്തിലായാലും വലിയ തരത്തിലുള്ള ഇടപെടൽ ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതാണ് ആ സർക്കുലറിലെ സൂചന. അതേസമയം ചില കാര്യങ്ങൾ, അതായത് നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എത്ര കണ്ട് വേഗതയുണ്ടാകും എന്നത് ചെറിയ തരത്തിലുള്ള ആശങ്കയ്ക്കും വഴിവെച്ചിട്ടുണ്ട്.